പ്രകൃതി ഒരുക്കിയ പച്ചപ്പട്ടുടയാട. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കു സമീപം മരുതോങ്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വനപ്രദേശമാണ് ജാനൈക്കാട്. 131 ഹെക്ടറിൽ പരന്നുകിടക്കുന്ന ഈ വനം വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, ജൈവവൈവിധ്യത്തിൻ്റെ വലിയൊരു ശേഖരം കൂടിയാണ്. അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന്. അതെ, ജാനൈക്കാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം. ഒരാൾക്ക് 30 രൂപയാണ് പ്രവേശന ഫീസ്. എന്തുകൊണ്ടാണ് ഇതിന് ജാനൈക്കാട് എന്ന് പേര് വന്നതെന്ന് അറിയാമോ? നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവർക്കായി ചെറുതായി ഒന്ന് വിവരിക്കാം. വിഖ്യാതനായ VK കൃഷ്ണമേനോൻ്റെ സഹോദരി VK ജാനകി അമ്മയുടെ ഉടമസ്ഥതയിലായിരുന്ന ഒരു സ്വകാര്യ വനമായിരുന്നു ഇത്. പിന്നീട് സർക്കാർ ഏറ്റെടുത്ത് 2008-ൽ വനം വകുപ്പിന് കീഴിൽ ഇതൊരു ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറ്റുകയും ഈ വനത്തിന് ജാനകിയമ്മയുടെ പേര് നൽകുകയും ചെയ്തു. ജാനൈക്കാട് സംരക്ഷണ സമിതി എന്ന പേരിൽ തദ്ദേശീയ ജനതയെ ഉൾപ്പെടുത്തി ഒരു കമ്മ്യൂണിറ്റി അധിഷ്ഠിത പദ്ധതിയായി ഇത് നടത്തപ്പെടുന്നു. ഇവിടെ വനത്തിനുള്ളിൽ ഒരു പഴയ മഹാവിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. കുറ്റ്യാടി നദിയുടെ ഒരു പോഷക നദിയായ ചാവറമുഴി നദി ഈ വനത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്നു. ഈ പ്രദേശത്തിന് ഒരു പ്രധാന ജലസ്രോതസ്സാണ് ഈ നദി. ജാനൈക്കാട് ഒരു അംഗീകൃത ബട്ടർഫ്ലൈ കോറിഡോറാണ്. കൂടാതെ 680-ലധികം ഇനം അപൂർവ സസ്യങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ചാവറമുഴി പുഴയുടെ തീരത്തെ ഈ കാട്ടുപാതയിലൂടെയുള്ള നടത്തം ഏതൊരു പ്രകൃതിസ്നേഹിയെയും മോഹിപ്പിക്കും. അപൂർവമായ ഔഷധച്ചെടികളും ചിത്രശലഭങ്ങളും പലതരം പക്ഷികളും ഇവിടെയുണ്ട്. മലമുഴക്കി വേഴാമ്പലുകളെയും കാട്ടുകോഴികളെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞു മാറി ശുദ്ധവായു ശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരിടം.
ഇവിടെ ഇങ്ങനെ പുഴയുടെ ഓരം ചേർന്നുള്ള വഴിയിലൂടെ കാട്ടുചോല ആസ്വദിച്ചുള്ള നടത്തം വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. ഇവിടെ അധികം തിരക്കുകളൊന്നും ഇല്ലാത്തൊരിടമായതുകൊണ്ടു തന്നെ ഏകാന്തതയും ശാന്തമായ അന്തരീക്ഷവുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരിടം കൂടിയാണ്. പിന്നെ ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. ആവശ്യത്തിനു ഭക്ഷണമൊക്കെ കഴിച്ചു വേണം അകത്തേക്കു കയറാൻ. കാരണം നടപ്പാത നല്ല ദൂരമുണ്ട്. എന്നാലും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ദൂരം ഒരു പ്രശ്നമാവില്ല. കൂടാതെ കാട്ടിനകത്ത് ഒരു സ്നാക്സ് കട പോലും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ജാനൈക്കാട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പോയോ?